ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് UAE ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. സ്വീറ്റിൻ്റെ പേരാണ് ലുക്കൈമത്ത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പം വീഡിയോ എൻഡ് വരെ കാണുക, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. നിങ്ങളുടെ സജഷൻസൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ലുക്കൈമത്തിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് മൈദയ്ക്ക് വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് തന്നെ നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ അല്ലാതെ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാവ് ഒന്ന് പുളിച്ച് പൊങ്ങാൻ വേണ്ടി നമ്മൾ 1/4 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1/4 ടേബിൾ സ്പൂണാണ് ഈസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് പാലായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ച് ആറിച്ച പാലുമാണ് എടുക്കാൻ. അതായത് വലിയതായിട്ട് ആറണ്ട, ഒരു ചെറിയ ചൂടോട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് 1 കപ്പ് പാലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി റേഷ്യോയിൽ എടുക്കാം. അതായത് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടി തിളപ്പിച്ച് ഒരു ലൂക്ക് വാം ആ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ ഈ പാലില്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് ചെറു ചൂടോടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1 കപ്പ് പാല് ഫുള്ളായിട്ടിട്ട് മിക്സ് ചെയ്യാനിരിക്കല്. കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ഒരുമാതിരി ഇത് നല്ലപോലെ ഒന്ന് ഫുള്ള് നമ്മളൊന്ന് പാലൊഴിച്ച് കഴിഞ്ഞിട്ട് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ലംസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ആ ലംസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പാച്ചുലൊക്കെ മാറ്റിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതായത് അതിൻ്റെ ലംസൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ടോട്ടൽ 1.25 കപ്പ് പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് 1 കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് 1/4 കപ്പ് പാലും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ സെയിം റേഷ്യോ ആവണം എന്നില്ല. നിങ്ങൾക്ക് നോക്കിയിട്ട് ആ ഒരു അനുസരിച്ച് വേണം പാൽ ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവായിട്ട് വരാൻ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ശകലം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ശകലം വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 അടപ്പ് വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ മാവ് ഒന്ന് പുളിച്ച് ഇങ്ങനെ പൊങ്ങിയായിട്ട് വരണം. ഇപ്പോൾ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ക്ലിങ് ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ മാവ് ഇനിയും പുളിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഷുഗർ വെച്ചിട്ടാണ് ഇതിൻ്റെ സിറപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കൂടുതലൊന്നുമില്ല, ഒരു പാൻ എടുക്കുക. അപ്പോൾ പാനിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആക്ച്വലി ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയായിരുന്നു എടുത്തത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല മധുരമായിരുന്നു ആ സിറപ്പിന്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 1 അല്ലെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. അതിലേക്ക് നിങ്ങൾക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ 2 ഇലാച്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഒരുപാട് പൊട്ടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ സിറപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അത്രയും ആവാതെ സൂക്ഷിക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്കിനി നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഈ മാവ് വെച്ച് നമ്മുടെ ലുക്കൈമത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് വറുത്ത് കൂരിയെടുക്കുന്നതാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മാവ് പുളിച്ച് പൊങ്ങിയേക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാൻ.
ഇനി ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നതിനും ഒരു രീതിയുണ്ട്. പല രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് ചെയ്യുക. ഞാനൊരു സ്പൂൺ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണയ്ക്കകത്ത് ഒരു സ്പൂൺ ഇങ്ങനെ വെച്ചിരുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ എളുപ്പത്തിൽ ആ മാവ് നിങ്ങളുടെ സ്പൂണിന് ഇളകി വരും. അതിനാണ് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ എണ്ണയിൽ വെച്ചിട്ട് എടുക്കാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഇങ്ങനെ സ്പൂൺ മുക്കി വെക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് മാവ് ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് വറുത്തെടുക്കണം. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാനിടയാവല്ല. അപ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നിങ്ങൾക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുണ്ടാക്കാവുന്നതാണ്. അപ്പം ഇതൊരു ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഒരു സൈഡ്. നമുക്കിത് വേറെ സൈഡും കൂടി ഇട്ടിട്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഗൈസ്, ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കോരിയെടുത്തിട്ട് നിങ്ങൾക്ക് നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന ഷുഗർ സിറപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടുക എടുക്കുക. അങ്ങനെ ഇട്ട പാടെ പെട്ടെന്ന് എടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഷുഗർ സിറപ്പ് എല്ലാം കൂടി ഇത് പെട്ടെന്ന് സോക്ക് ചെയ്ത് എടുക്കും. അപ്പം അത് ഒരുപാട് അങ്ങ് ഷുഗറി ആയി പോവും. ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടില്ല. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഷുഗർ സിറപ്പിലോട്ട് ഇട്ടിട്ട് ഇത് കോരിയെടുക്കുക. അല്ലെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ സിറപ്പ് ഉണ്ടെങ്കിൽ, അതായത് ചോക്ലേറ്റ് സിറപ്പ്, പിസ്താച്ചോ സിറപ്പ്, അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ്, ഏതെങ്കിലും സിറപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മണ്ടയ്ക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഡിഫറെൻറ്റ് ഫ്ലേവറിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോക്ലേറ്റ് സിറപ്പ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ചോക്ലേറ്റ് സിറപ്പും അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് കാഷ്യൂസ് പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പം ലുക്കൈമത്ത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്കെല്ലാവർക്കും വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ.